നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന ക്യാമ്പിൽ നിന്ന് അശുഭകരമായ വാർത്തകളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതവിടുത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിനായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ എൻസോ ഫെർണാണ്ടസും തിയാഗോ അൽമേഡയും ലിയോ മെസ്സിയും ഫ്രാങ്കോ മസ്റ്റൻഡൂനോയും ഇങ്ങനെയൊക്കെയുള്ള മികച്ച താരങ്ങൾ ഉൾപ്പെടുന്ന നല്ലൊരു സ്ക്വാഡ്. പക്ഷേ ആദ്യം തിയാഗോ അൽമേഡയ്ക്ക് പരിക്ക് പറ്റി, അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് ഒഴിവായി. പിന്നാലെ ഇന്ന് പുലർച്ചെ നടന്ന വെനിസ്വലയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഫ്രാങ്കോ മസ്റ്റൻഡൂനക്ക് പരിക്ക് പറ്റി, അദ്ദേഹം പുറത്തായി. അദ്ദേഹം ഇനി ഈ ടൂറിലെടുത്ത കളി തന്നെ കളിക്കില്ലെന്ന് പറഞ്ഞു. ലിയോ മെസ്സിക്ക് സ്ക്വാഡിൽ നിന്നൊരു വിശ്രമം കൊടുത്തു. അടുത്ത കളിക്ക് അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വെനിസ്വലയ്ക്കെതിരെ മിന്നും കളി കളിച്ച ഒരു കളിക്കാരൻ ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ്. മറ്റാരുമല്ല, എൻസോ ഫെർണാണ്ടസ്. ഇനിയിപ്പോൾ അടുത്ത കളി ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ 5:30 പ്യൂട്ടോറിക്കോക്കെതിരെ അർജന്റീന കളിക്കുകയാണ്. ഈ മത്സരത്തിന് ഉണ്ടാവില്ല എൻസോ ഫെർണാണ്ടസ് എന്നിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിലൂടെ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നു, എൻസോ ഫെർണാണ്ടസ് ഈ ടൂറിനുള്ള അർജന്റീന സ്ക്വാഡിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നു, വിഡ്രോ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് നീയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, കാൽമുട്ടിന് ചില പരിക്കിൻ്റെ അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് കളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. താരമിത സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു. തീർച്ചയായിട്ടും വെനിസ്വലയ്ക്കെതിരെ മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിമനോഹരമായ നീക്കങ്ങളുണ്ടായിരുന്നു. ആ എൻസോ ഫെർണാണ്ടസിനെ തീർച്ചയായിട്ടും അടുത്ത കളിയിൽ അർജന്റീന മിസ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യ കളി വെനിസ്വലയ്ക്കെതിരെ ജയിച്ചിട്ടുണ്ട്. രണ്ടാം കളി പ്യൂട്ടോറിക്കക്കെതിരെ. അത് കഴിഞ്ഞ് നവംബറിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കേരളത്തിലേക്ക് മെസ്സിയും ടീമും വരുന്ന ആവേശത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.